ഹലോ ഫ്രണ്ട്സ്, നിവേദ ആക്കപ്പറമ്പിൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് യൂട്യൂബിലെ മോണിറ്റൈസേഷൻ എല്ലാം ക്യാൻസൽ ആകാൻ കാരണമായ ഒന്ന് രണ്ട് പോളിസിയെക്കുറിച്ചെല്ലാമാണ്. ഈ ഒരു കാര്യമെല്ലാം ചെയ്ത് കുറേ ആളുകൾക്ക് അവരുടെ ചാനലെല്ലാം ഡീമോണിറ്റൈസ് ആയിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പോളിസി എല്ലാം നിങ്ങൾ കറക്റ്റായി തന്നെ ഫോളോ ചെയ്യുന്നില്ലേ എന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ സസ്പെൻഡ് ആകാനും അല്ലെങ്കിൽ ടെർമിനേറ്റ് ആകാനെല്ലാം ഇത് കാരണമാകും. അതിനാൽ തന്നെ എന്താണ് ഈ രണ്ട് പോളിസികൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഡിസെപ്റ്റീവ് സെൻസേഷണൽ ഓർ ക്ലിക്ക് ബൈറ്റ് ചിൽഡ്രൻസ് കണ്ടന്റ് എന്നതാണ്. രണ്ടാമത്തെ പോളിസി എന്ന് പറയുന്നത് ദി എൻകറേജ്മെന്റ് ഓഫ് നെഗറ്റീവ് ബിഹേവിയർ. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണമായി നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും വീഡിയോ എല്ലാം ചെയ്യുന്നു. നിങ്ങൾ ഈ വീഡിയോ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ബൈറ്റ് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി ചില തംബ്നെയിലെല്ലാം കൊടുക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിൽഡ്രൻസിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള കണ്ടന്റ് എല്ലാമാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു തംബ്നെയിൽ എല്ലാം കൊടുക്കുമ്പോൾ ഇത് കുട്ടികളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് എല്ലാം ഉണ്ടാക്കുന്നത്, ചില കാര്യങ്ങളെല്ലാം കൂടുതലായി കാണിക്കുന്ന രീതിയിലെല്ലാം തംബ്നെയിൽ കൊടുക്കാറുണ്ട്. അതിനാൽ തന്നെ ഈ തംബ്നെയിൽ കണ്ട കാര്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ കുട്ടികൾ ഇത് ഇങ്ങനെയുള്ള ഒരു കാര്യമെല്ലാമാണോ എന്നെല്ലാം അവർക്ക് ഇത്തരത്തിൽ ഒരു കാര്യമെല്ലാം തോന്നാറുണ്ട്. അതായത് ഇപ്പോൾ കുട്ടികൾക്കെല്ലാം തന്നെ വളരെയധികം ഡിസ്റ്റർബൻസ് എല്ലാം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള തംബ്നെയിലെല്ലാം കൊടുക്കുക അല്ലെങ്കിൽ ടൈറ്റിലെല്ലാം കൊടുക്കുന്നതെല്ലാം തന്നെ നിങ്ങൾ കിഡ്സ് കണ്ടന്റ് എല്ലാം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ചാനലിനെ ദോഷമായി എഫക്റ്റ് ചെയ്യും. അതിനാൽ തന്നെ ഈ ഒരു മിസ്റ്റേക്ക് ഒന്നും ചെയ്യാതിരിക്കുക. അതുപോലെ നോർമൽ കണ്ടന്റ് എല്ലാം ചെയ്യുന്നവരാണെങ്കിലും ഇതിനും നമുക്ക് ഏകദേശം ഒരു ലിമിറ്റ് എല്ലാം ഉണ്ട്. നമുക്ക് ഇത്തരത്തിലുള്ള ഈ കണ്ടന്റ് ഇത് കിഡ്സ് കണ്ടന്റ് എല്ലാം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണമെങ്കിലും നിങ്ങൾ സാധാരണ വീഡിയോസ് എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരു ലിമിറ്റ് എല്ലാം ഉണ്ട്. ആ ഒരു ലിമിറ്റിനനുസരിച്ചെല്ലാം ഇത് നിങ്ങൾ ഈ ഒരു തംബ്നെയിൽ അല്ലെങ്കിൽ ടൈറ്റിൽ എല്ലാം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ സെക്കൻഡ് പോയിന്റ് എല്ലാമാണ്. നെഗറ്റീവ് ബിഹേവിയർ എല്ലാം എൻകറേജ് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടന്റ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കിഡ്സ് കണ്ടന്റിനെല്ലാം തന്നെ ചില കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഹീറോ അതുപോലെ വില്ലൻ എല്ലാം തന്നെ ഉണ്ടാകും. അപ്പോൾ ചില ക്യാരക്ടർ എല്ലാം തന്നെ ദോഷമായ ക്യാരക്ടർ എല്ലാം നല്ല രീതിയിൽ എൻകറേജ് ചെയ്ത് ചില ആളുകളെല്ലാം ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കുട്ടികളുടെ മനസ്സിലേക്ക് എടുക്കാറുണ്ട്. അതായത് അവർ ഇതെല്ലാം തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വരും. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കിഡ്സ് കണ്ടന്റ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ബാഡ് ബിഹേവിയർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എൻകറേജ് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടന്റ് ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. കാരണം ഇത് ഒരുപാട് പേർ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്. അതായത് കിഡ്സ് എല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ നോർമൽ കണ്ടന്റ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ബിഹേവിയർ അതായത് ബാഡ് ബിഹേവിയർ എല്ലാം തന്നെ എൻകറേജ് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടന്റ് ആണെങ്കിൽ ഇതിലും നിങ്ങൾ ഒരു ലിമിറ്റ് എല്ലാം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ബ്രീച്ച് എല്ലാം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത് ശ്രദ്ധിക്കാതെ ഒരുപാട് വീഡിയോസ് എല്ലാം നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ ടെർമിനേഷൻ എല്ലാം കാരണമാകും. അതിനാൽ തന്നെ ഈ ഒരു പോളിസിയെക്കുറിച്ചെല്ലാം കറക്റ്റായി മനസ്സിലാക്കി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്